ഹലോ താത്ത, അപ്പുറത്തെ വീട്ടിലെ തേങ്ങ നിങ്ങൾ മോഷ്ടിച്ചു എന്നാണല്ലോ പറയണം. യോ, ആര് പറയണത്? അങ്ങനെയൊന്നും ഞാൻ ചെയ്യൂല കേട്ടോ. ഞാൻ ഒരു വക ഞാൻ മോഷ്ടിക്കൂല. ഏതെങ്കിലും വീട്ടിൻ്റെ വരാന്തയ്ക്ക് എന്തെങ്കിലും ഒരു സ്വർണം കിടന്നാൽ പോലും ഞാൻ മോഷ്ടിക്കൂല മക്കളെ. ഞാൻ മോഷ്ടിക്കേ ചെയ്യൂല. പിന്നെ എനിക്ക് ആകെ ഉള്ളൊരു വീക്ക്നെസ് എന്ന് പറയുന്നത്, എവിടെയെങ്കിലും ആരെങ്കിലും ഉപേക്ഷിച്ച ഭർത്താക്കന്മാർ കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് എവിടെയെങ്കിലും കിടക്കുമ്പോൾ ഞാൻ അവർക്കൊരു ജീവിതം കൊടുക്കും. പോരാത്തതിന് അവർക്കൊരു വംശപരമ്പരയും കൂടി കൊടുക്കും. ഇതൊന്നും ഒരു തെറ്റാണാടെ. ജീവിക്കണ്ടേ, മോഹം തീരണ്ടേ, പൂതി തീരണ്ടേ. അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യും. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ആട്ടിപ്പായിച്ചില്ലേ? ഞാൻ ആട്ടിപ്പായിച്ചതല്ല, അയാൾ സ്വയമേ ഇറങ്ങി പോയതാണ്. എനിക്ക് ഇതിൻ്റെയൊക്കെ എന്താവശ്യമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ കൈ നോക്കും മക്കളെ, എന്നെ അടിച്ച് നൂറിക്ക് എന്നെ കൊല ചെയ്തിട്ട് അവൻ തന്നെ ഇറങ്ങിപ്പോയതാണ് മക്കളെ. അവൻ്റെ ആദ്യത്തെ ഭാര്യേനെ തല്ലിച്ചതച്ച് അവന് തലക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വീക്ക്നെസ്സാണ്. അവൻ്റെ ആദ്യത്തെ ഭാര്യയുടെ തല ആടിച്ച് പൊട്ടിച്ചിട്ടാണ് അവൻ തല അടിച്ച് പൊട്ടിക്കും. അവന് തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്നെസ്സാണ് മക്കളെ. അപ്പോൾ അവനെ നിങ്ങൾ മോഷ്ടിച്ചതല്ലേ? അതെങ്ങനെ മോഷ്ടിച്ചതാവുന്നത്? അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് റോട്ടിൽ കിടന്ന സാധനത്തിനെയല്ലേ ഞാൻ എടുത്തത്. ഇപ്പോൾ നിങ്ങൾ അവനെ വേണ്ട എന്ന് പറഞ്ഞില്ലേ? എന്തരച്ചി, നിനക്കെന്തിൻ്റെ കേടടി? ഇതിനേക്കാളും നീ എന്നെ കൊന്ന് തിന്നടി. നീ എന്നെ വിറ്റ് തിന്ന് ഇതിനേക്കാളും നീ എന്നെ കൊന്ന് തിന്നടി. നീ എൻ്റെ മക്കളെ കാര്യം അന്വേഷിക്കരുത്. നീ നിൻ്റെ മക്കളെ കാര്യം അന്വേഷിക്കടി. നിൻ്റെ ഭർത്താവല്ലേടി എഴഞ്ഞു നടക്കണത്? എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ വാങ്ങൂടി, ഇഷ്ടമുള്ളവരെ കൂടെ ഞാൻ ജീവിക്കൂടി, ഇഷ്ടമുള്ളവരുടെ വംശപരമ്പര ഞാൻ നിലനിർത്തൂടി. നീ ആരടി ചോദിക്കാൻ വേണ്ടിയിട്ട്? അസൂയ പിടിച്ചവള്, അസൂയ.